നിർത്തിയിടുന്ന ചരക്ക് വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം പതിവാകുന്നു. ഇന്ന് പുലർച്ചെ നെയ്യാറ്റിങ്ങര വെള്ളറടയിൽ 3 ലോറികളിൽ നിന്ന് ഡീസൽ കവർന്നു. അന്വേഷണം ആരംഭിച്ച പോലീസ്. വെള്ളറട ചാരുംകുഴിയിൽ പ്രവർത്തിക്കുന്ന ഡേവിഡിന്റെ ഉടമസ്ഥതയിലുള്ള ടയർ വർക്ക് ഷോപ്പിലും സമീപത്തെ യേശുദാസിന്റെ കടയിലും ആണ് മോഷണം നടന്നത്. ഡേവിഡിന്റെ സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന 2 ലോറികളിൽ നിന്നായി 200 ലിറ്ററിലധികം ഡീസലാണ് കവർന്നത്. കട കുത്തി തുറന്ന് അകത്ത് പ്രവേശിച്ച CCTV ക്യാമറയുടെ DVRും മേശയിൽ സൂക്ഷിച്ചിരുന്ന 4000-ഓളം രൂപയും കവർന്നു. എൻ്റെ ടയർ ഷോപ്പിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് മോഷണം നടക്കുന്നത്. ഇതിപ്പോഴേ 2-3 ലോറി ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. ആ ലോറിയിലെ ഡീസൽ മോഷണം, പിന്നെ കട കുത്തി തുറന്ന് ക്യാമറ എല്ലാം എടുത്തുകൊണ്ട് ഫുട്ടേജ് എല്ലാം ഇതിനു മുമ്പ് എടുത്തുകൊണ്ട് പോയിരുന്നു. ഇതിനു മുമ്പ് 1 വർഷത്തിനകത്ത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോഴും പരാതി കൊടുത്തിരുന്നു. അപ്പോഴും നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ അന്ന് 10-25,000 രൂപ നഷ്ടം വരുത്തി. ഇപ്പോഴും 10-30,000 രൂപ നഷ്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോഴേ 200 ഡീസൽ പോയിട്ടുണ്ട്. പിന്നെ അന്ന് ഇതുപോലെ 2-3 വണ്ടിയുടെ ഡീസൽ പോയി. അതിന് എന്തെങ്കിലും നടപടി എടുക്കണം. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വർക്ക്ഷോപ്പിലുള്ള അവരെയും ബാറ്ററി കട കുത്തി തുറന്ന് ബാറ്ററിയൊക്കെ എടുത്തുകൊണ്ട് പോയി. സമീപത്തെ യേശുദാസിന്റെ കാർ വർക്ക്ഷോപ്പിലെ CCTV തകർത്ത ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഇന്നോവ കാറിന്റെ ബാറ്ററിയും 25 ലിറ്ററോളം എഞ്ചിൻ ഓയിലും കവർന്നു. 4 മാസം മുമ്പ് യേശുദാസിന്റെ കടയിലെ 2 ബാറ്ററികളും വാഹനങ്ങൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന ജാക്കികളും കവർന്നിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്ന് തുറന്നപ്പോഴത്തേക്കാണ് പൂട്ട് കുത്തി പൊളിച്ച് അകത്ത് കയറി വണ്ടിയിലെ ബാറ്ററി ഓയിലുകളൊക്കെ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. പൈസ എന്താ തപ്പിയതായിരിക്കും. എല്ലാം വലിച്ചു പൊളിച്ചിട്ട് ഇതുപോലെ നേരത്തെ ആയിട്ടുണ്ട്. നേരത്തെ ഇത് 2-3 വർഷം വരും. അപ്പോഴും ഇതുപോലെ നമ്മൾ പരാതി കൊടുത്തതാണ്. പോലീസ് വന്ന് ഇവിടെ നോക്കിയിട്ട് പോകും. പിന്നെ ഇതുവരെ ആരും പിടിച്ചതായിട്ട് ചരിത്രം നമുക്ക് കാണാനില്ല ഇവിടെ അടുത്തുകൂടെ. നമുക്ക് എൻ്റെ സംശയം ഈ പരിസരത്തുള്ള ഈ വെള്ളാടി ടീമുകളാണോ എന്നുള്ളതാണ് സംശയം. ഇപ്പം ക്യാമറ വെച്ചിട്ടും ഇപ്പം ക്യാമറയുടെ ഇൻവെർട്ടർ കംപ്ലീറ്റ് സാധനം ക്യാമറ അടക്കമാണ് എടുത്തിട്ട് പോയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാലേ ആരും അറിയാൻ പറ്റുള്ളൂ. ഈ സ്ഥിരമായിട്ട് ഓരോ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുക. അതിൻ്റെ ഡീസൽ അവിടെ ഒതുക്കിയിട്ടിരുന്ന വണ്ടിയുടെ ഇടയ്ക്ക് ചോദ്യം കൊണ്ടുപോയി. പനച്ചമൂടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ജിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ നിന്നും ഡീസൽ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാറശാല പരശുവയ്ക്കലിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് ബാറ്ററി കവർന്നിരുന്നു. കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ കയറാതെ ഡീസൽ ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടിയാവാം ഇത്തരത്തിൽ വ്യാപകമായ ഡീസൽ കവർച്ചകൾ നടക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. പോലീസും ഈ ആരോപണം പരിശോധിക്കുന്നുണ്ട്. മോഷണം നടന്ന സ്ഥലത്തെ CCTVയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും പ്രതികളെ ഉടനെ പിടികൂടാൻ കഴിയുമെന്നും വെള്ളറട പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വർത്തമാൻ.